ഇന്നിപ്പോൾ നമുക്കിപ്പം അതിഥിയെ എത്തിയിരിക്കുന്നത് അജുകുമാറാണ് ദേവസ്വം ബോർഡിന്റെ. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ശ്രീ അജുകുമാർ, നമസ്കാരം, സ്വാഗതം. ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ശ്രീ അജുകുമാർ, ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു അയ്യപ്പ സംഗമമായിരിക്കോ ഇത്തവണ ഉണ്ടാവുക? തീർച്ചയായും. കാരണം വിവാദങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഭക്തജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെ മാത്രമല്ല, വിവിധ സമുദായ സംഘടനകളെ അടക്കം പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ രാവിലെ പന്തളം കൊട്ടാരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരെ സംസാരിച്ചു. അവർക്കെല്ലാം ചില ആശങ്കകളുണ്ട്. അതിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുമെല്ലാം വലിയ പിന്തുണയുമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ ചരിത്രത്തിൽ 75 വർഷം പിന്നിടുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടന്നു വരികയാണ്. ഒട്ടേറെ വൈവിധ്യങ്ങളായിട്ടുള്ള പരിപാടികൾ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേക ഘട്ടത്തിലാണ് ഞങ്ങൾ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാർക്കൊരു സംഗമവേദി ഉണ്ടാക്കണമെന്ന് ദേവസ്വം ബോർഡ് ആലോചിച്ചത്, ഗവൺമെൻറ്റിനെ അറിയിച്ചത്. ഗവൺമെൻറ്റിൻ്റെ സർവാത്മനയുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഗംഭീര വിജയമാകാൻ പോകുന്നു. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നു അയ്യപ്പ സംഗമം. ഓക്കെ, ശ്രീ അജുകുമാർ, ഈ ആഗോള സംഗമത്തെ സാമുദായിക നേതാക്കളെല്ലാം ഒരേപോലെ പിന്തുണയ്ക്കുകയാണ്. മുൻപുള്ള പ്രതിഷേധത്തിന്റെ ഒരു പശ്ചാത്തലം മാറ്റാൻ തന്നെയാണോ ഇതിലൂടെ ദേവസ്വം ബോർഡിന്റെ ഒരു ആഗ്രഹം? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആ ഒരു ലക്ഷ്യമല്ല ഉള്ളത്. ഞങ്ങളുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ദേവസ്വം ബോർഡിൻ്റെ 1250 ക്ഷേത്രങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന മഹാക്ഷേത്രമാണ് ശബരിമല. ആ ശബരിമല തത്വമസി എന്ന് പറയുന്ന മഹാസങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നു. അത് നീ തന്നെയാകുന്നു, ഭഗവാനും ഭക്തരും ഒന്നാണ്, ഓരോ മനുഷ്യനിലും ദൈവത്തിൻ്റെ അംശങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്ന സങ്കല്പമാണത്. അപ്പോൾ അത് ലോകമെമ്പാടും എത്തിക്കുക, ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറ്റുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശരി, ശ്രീ അജുകുമാർ, ഇപ്പോൾ ഈ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം അത് അടഞ്ഞ അധ്യായമെന്നാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശനടക്കം പറഞ്ഞത്. അങ്ങും അത് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദേവസ്വം ബോർഡിന്റെ ഈ വിഷയത്തിൽ നിലപാടെന്താണ്? ദേവസ്വം ബോർഡും ആ വിഷയം അടച്ചിട്ടുണ്ടോ? ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ ഒരു കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ കമൻ്റ് ചെയ്യുന്ന അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഞങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയത് ശബരിമലയുടെ ഒരു പ്രത്യേകമായ ആചാര രീതികൾ അത് ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ പരിശ്രമിക്കും. അതിനനുസൃതമായി എന്തെങ്കിലും മാറ്റക്കയറ്റങ്ങൾ വേണമോ എന്നുള്ളത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഞങ്ങൾ തീരുമാനിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ വളരെ വ്യക്തമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എല്ലാ ആചാരങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സംഘടിപ്പിക്കത്തുള്ളൂ. കാരണം ഇത് സംഘടിപ്പിച്ച് എന്തോ ആചാര ലംഘനം നടത്താൻ പോകുന്നു എന്ന രൂപത്തിൽ വളരെ ബോധപൂർവമായ ചില പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ അവർ ഉൾപ്പെടെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, ഞങ്ങളെല്ലാം ബോർഡ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു, നിലവിലുള്ള ആചാരങ്ങളെ ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയും ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടാവില്ല. ആ ആചാരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കും ആഗോള അയ്യപ്പ സംഘം സംഘടിപ്പിക്കുന്നത്. ശരി, ശ്രീ അജുകുമാർ, ശബരിമലയിലെ ആചാരങ്ങൾ വ്യക്തമാക്കി പുതിയൊരു സത്യവാങ്മൂലം ദേവസ്വം ബോർഡ് അങ്ങനെയാണെങ്കിൽ കോടതിയിൽ നൽകുമോ? ഇപ്പോൾ ഈ ആചാരങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ എന്ന പ്രസിഡന്റിന്റെ ചോദ്യം ഒരു പിന്നോട്ട് പോക്കല്ലേ? ഞാൻ പറഞ്ഞല്ലോ, നിലവിൽ ഉള്ള കാര്യങ്ങളിൽ മാറ്റം വേണമെങ്കിൽ ദേവസ്വം ബോർഡും ബന്ധപ്പെട്ട കേസ് നടത്തുന്ന അഭിഭാഷകരും നിയമവിദഗ്ധരുമായെല്ലാം കൂടിയാലോചിച്ച് കേസിൻ്റെ അടുത്ത ഘട്ടം വരുമ്പോൾ ദേവസ്വം ബോർഡ് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കും. ശരി, നിലപാട് വ്യക്തമാണ്. ശ്രീ അജുകുമാർ, ഒരൊറ്റ കാര്യം കൂടി. ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുകയാണല്ലോ, അപ്പോൾ ഈ സംഗമത്തിൽ സ്ത്രീ പ്രവേശന വിഷയം അത് അവിടെ ചർച്ചയാകുമോ?
നോക്കൂ, ഞങ്ങളിപ്പോൾ ഒന്നാമതായി ഉദ്ദേശിക്കുന്നത് ശബരിമലയുമായി മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടൊരു ലേ ഔട്ട് ഉണ്ട്. അത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അതുപോലെ ശബരിമലയും പമ്പയും നിലയ്ക്കലും എരുമേലിയും അടക്കം അനുബന്ധ പ്രദേശങ്ങളുടെ സമഗ്രമായ വികസനം ആവശ്യപ്പെട്ട ഒരു രൂപരേഖ ഞങ്ങൾ സമർപ്പിക്കും. ഈ ലോകത്ത് നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ സുഗമമായ ദർശനത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ വെക്കും. അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ഈ രൂപത്തിൽ ഉള്ള ഡിസ്കഷനാണ് ഞങ്ങൾ ആ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതിലൂടെ ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുള്ളത്. ആ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ശബരിമല എല്ലാവർക്കും അറിയാവുന്ന പോലെ ലോകമെമ്പാടും അയ്യപ്പ ഭക്തന്മാർ ഉണ്ട്. ഞങ്ങളിപ്പോൾ മലേഷ്യയിൽ പോയപ്പോൾ, സിംഗപ്പൂരിൽ പോയപ്പോൾ, ദുബൈയിൽ പോയപ്പോൾ ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ അവിടെ അയ്യപ്പ ക്ഷേത്രം തന്നെയുണ്ട്. അവിടെ തന്നെ ഭക്തജന കൂട്ടായ്മയുണ്ട്. അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ ഞങ്ങൾക്ക് പറയാൻ ദർശനവുമായി ബന്ധപ്പെട്ടിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ വരുമ്പോൾ ആര്യങ്കാവ്, അച്ഛൻ കോവിൽ അതുവഴിയൊക്കെ വരുമ്പോൾ കുളത്തുപുഴയൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ ദർശനവുമായി ബന്ധപ്പെട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾക്കൊന്ന് പറയാൻ ഞങ്ങൾക്കൊരു വേദി ഒരുക്കി തരണം. ഈ ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്കൊരു വേദി ഉണ്ടാക്കി തരണം. ഇതെല്ലാം അവരുടെ ആവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു 7 പതിറ്റാണ്ട് പിന്നിടുന്ന ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുമ്പോൾ അത് ഏറ്റവും നല്ല സമയമാണ് അങ്ങനെ ഒരു വേദി ഒരുക്കാൻ. ഇപ്പോൾ പമ്പാ സംഗമം ഉദാഹരണം ഞാൻ പറയുകയാണ്. പമ്പയിൽ 1998 മുമ്പ് സംഘടിപ്പിച്ചുകൊണ്ട പമ്പാ സംഗമം ഒരു ആധ്യാത്മിക സാഹിത്യ സാംസ്കാരിക സംഗമമാണ്. ദേവസ്വം ബോർഡിന്റെ ഈ അയ്യപ്പ സംഗമം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കാൻ ഒരുപാട് നന്ദി നമുക്കൊപ്പം ചേർന്നതിന്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദേവസ്വം ബോർഡ് അംഗം എ അജുകുമാറാണ്. അദ്ദേഹമാണ് നമുക്കിപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞത്.